എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാസ്റ്റർ സംതിങ് ഡിഫിക്കൾട്ട് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് കാലമായിട്ട് വിചാരിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചെടുക്കുക, അതിൻ്റെ മാസ്റ്റർ ആവുക എന്നുള്ള ഒരു പോയിന്റാണ്. ഇതിന് ചെറിയൊരു ഉദാഹരണം ഈ പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാണ്. പണ്ടത്തെ കാലത്തൊക്കെ രാജാക്കന്മാർ രാജാവാകുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് അവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാട്ടിൽ പോയിട്ട് ഒരു കാട്ടാനയെ മെരുക്കിയെടുക്കുക എന്നുള്ള ഒരു ടാസ്ക് ഉണ്ട് അവർക്ക്. അപ്പം അതിനുവേണ്ടി തീർച്ചയായിട്ടും അവർക്ക് ബലം വേണം, ബുദ്ധി വേണം, ധൈര്യം വേണം, അങ്ങനെ ധാരാളം കഴിവുകൾ അവർ വളർത്തിയെടുക്കണം. ഇനി ഇതിലൊക്കെ ഉപരി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കാട്ടിൽ നടക്കുന്ന ഒരു ആനയെ മെരുക്കിയെടുത്ത് അവരുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അപാരമാണ്. എന്ന് പറഞ്ഞ പോലെ അപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ രാജാക്കന്മാർ ചെയ്തതുപോലെ ഇന്നത്തെ കാലത്ത് ഒരു നേതാവാകണമെങ്കിൽ അത്രയും വലിയ കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഒരു നേതാവായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പുതിയതായിട്ടൊന്നും തന്നെ പഠിക്കില്ല. നമുക്ക് എന്താണോ അറിയുന്നത് ആ അറിവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ചെറിയ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരു ധൈര്യക്കുറവ് അല്ലെങ്കിൽ ഒരു ഭയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനായിട്ട് ഏറ്റവും നല്ല ഒരു ഉപായമാണ്. അപ്പോൾ എന്തിനെയൊക്കെ എങ്കിലും നമ്മൾ ഭയക്കുന്നുണ്ടെങ്കിൽ, ധൈര്യം തീരെ ഇല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ നേടിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ തന്നെ സ്വയം അതൊന്ന് ബോധ്യപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു പുതിയ ഒരു കാര്യം പഠിച്ചാൽ മതി. ഒരു പുതിയൊരു ഭാഷയോ ഒരു പുതിയൊരു കളിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം പഠിക്കുക, അതിൽ ഒരു മാസ്റ്റർ ആവാനായിട്ട് പരമാവധി ശ്രമിക്കുക. നമസ്കാരം.